ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 25-ാമത്തെ ആയത്ത്. وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് താഴ്ഭാഗത്തിലൂടെ നദികളൊഴുകുന്ന തോട്ടങ്ങളുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക. അതിലുള്ള ഫലങ്ങളിൽ ഏതെങ്കിലും കഴിക്കാനായി നൽകുമ്പോൾ ഇത് നേരത്തെ ഞങ്ങൾക്ക് നൽകിയതാണല്ലോ എന്നായിരിക്കും അവർ പറയുന്നത്. സാദൃശ്യമുള്ളവയാണ് അവർക്ക് നൽകുക. വിശുദ്ധീകരിക്കപ്പെട്ട ഇണകളുമുണ്ട് അവർക്കവിടെ. അവിടെ അവർ ശാശ്വതരായിരിക്കുകയും ചെയ്യും. وبشر الذين آمنوا وعملوا الصالحات أن എന്ന നൂനിന് മണിച്ചുകൊണ്ട് ഗുന്ന ചെയ്തു ഓതാം. ലഹും ജന്നാത്തിൻ തജ്രി, ജന്ന എന്ന നൂനിന് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ ഷദ്ദുണ്ട്, ഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഓതാം. ജന്നാത്തിൻ തജ്രി, ഇഖ്ഫ ആണ്. തിൻ എന്നത് എന്ന് മറച്ച് പിടിച്ച് മണിച്ചോതാം. സെയിം നിയമം തന്നെ മിൻ തഹ്തിഹൽ എന്നുള്ളടത്തും വരുന്നുണ്ട്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറ എന്നിടത്തും അതേ നിയമം തന്നെയാണ്. ഇഖ്ഫ ചെയ്തുകൊണ്ട് മിൻ എന്നത് മീ എന്ന് പറയാം. മിൻ സമറത്തിർ റിസ്ഖ, സമറത്തിൻ രി എന്നത് സമറത്തിരി എന്ന് റായിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് മണിക്കാതെ ഇദ്ഗാമുൻ ബില ഗുന്നയാണ് അവിടെ നിയമം. റിസ്ഖാ ഖാലു, അത് ഇഖ്ഫ ആണ്, മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് ഓത്. ഖാലു ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബ്ൽ, അതേ നിയമമാണ്, ഇഖ്ഫ ആണ്. വലഹും ഫീഹാ എന്ന് ദീർഘിപ്പിച്ചുകൊണ്ട് മദ്ദ് കൊടുത്തുകൊണ്ട് നമുക്ക് ഓതാം. അസ്വാജും മുതഹ്ഹറ, അസ്വാജുൻ എന്നത് അസ്വാജും മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതുക. വിശ്വാസി, അവിശ്വാസി, കപടവിശ്വാസി എന്നിവരെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ 20 വചനങ്ങൾ അള്ളാഹുവാണ് ആരാധനകളെല്ലാം അർഹിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുകയും അവനുള്ള ആരാധനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന പിന്നീടുള്ള 2 വചനങ്ങൾ. അന്ത്യദൂതന് നൽകിയ പ്രധാനപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തം ഉയർത്തിക്കാണിച്ച് അതിൻ്റെ ദൈവീകത വ്യക്തമാക്കുന്ന അതിന് ശേഷമുള്ള 2 വചനങ്ങൾ. അവയ്ക്ക് ശേഷം പടച്ചവൻ നേർക്കുനേരെ തൻ്റെ ദൂതനെ അഭിസംബോധന ചെയ്യുകയാണ്. അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വചനം ആരംഭിക്കുന്നത് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയോടെയാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ അമാനുഷികത ബോധ്യപ്പെട്ടതിന് ശേഷവും അതിനെ കണ്ണടച്ച് നിഷേധിക്കുന്നവർക്കുള്ള കഠിനമായ നരകശിക്ഷയെക്കുറിച്ച് അള്ളാഹു തന്നെ നേർക്കുനേരെ പറഞ്ഞുകൊടുത്ത ശേഷമാണ് പ്രവാചകനോട് സന്തോഷവാർത്ത അറിയിക്കാൻ ആവശ്യപ്പെടുന്നത്. ദൈവദൂതനെന്ന നിലയിൽ അദ്ദേഹം നിർവഹിക്കേണ്ട ദൗത്യത്തിൻ്റെ നഖചിത്രം നൽകുന്നുണ്ട് ഈ ദൈവിക കൽപ്പന. സന്തോഷവാർത്ത അറിയിക്കുകയാണ് പ്രവാചകന്റെ 1-ാമത്തെ ദൗത്യം. മറ്റു ദൗത്യങ്ങളെല്ലാം ഈ പ്രാഥമിക ദൗത്യത്തിൻ്റെ ഉപോത്ബലകങ്ങളാണ്. പ്രവാചകൻ സന്തോഷവാർത്ത അറിയിക്കേണ്ടത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയാണ്. ഖുർആനിൻ്റെ ഒരു പൊതു ശൈലിയാണിത്. രക്ഷയും വിജയവും സ്വർഗവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ പൊതുവായി സ്വീകരിച്ചിരിക്കുന്നത് വിശ്വാസത്തെയും
സൽക്കർമ്മങ്ങളെയും ഒരേ ശ്വാസത്തിൽ പറയുന്ന രീതിയാണ്. ഖുർആൻ ക്ഷണിക്കുന്ന വിജയത്തിൻ്റെ മാനദണ്ഡം വിശ്വാസം മാത്രമോ സൽക്കർമ്മങ്ങൾ മാത്രമോ അല്ല, രണ്ടും കൂടിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രീതി. വിശ്വാസം മാത്രമാണ് രക്ഷയുടെ നിദാനമെന്ന വീക്ഷണത്തെ ഖുർആൻ നിരാകരിക്കുന്നു. വിശ്വാസമില്ലാത്ത സൽക്കർമ്മങ്ങൾ വിജയത്തിന് നിമിത്തമാവുകയില്ലെന്ന് ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ശരിയായ വിശ്വാസം വേണം, ഒപ്പം തന്നെ സൽക്കർമ്മങ്ങളും സമ്മേളിക്കേണ്ടതുണ്ട്. വിശ്വാസമാണ് ആത്മാവ്, കർമ്മങ്ങൾ ശരീരവും. ആത്മാവില്ലാത്ത കർമ്മങ്ങൾക്ക് ജീവനുണ്ടാവുകയില്ല. ശരീരമില്ലാത്ത വിശ്വാസം കൊണ്ട് ഉപകാരമൊന്നുമില്ല. നല്ല കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുകയില്ലേ എന്ന ചോദ്യത്തിന് ഖുർആനിൻ്റെ മറുപടി അതെ എന്ന് തന്നെയാണ്. കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ അവയുടെ ആത്മാവായ വിശ്വാസം അനിവാര്യമാണെന്ന് അനുബന്ധമായി ഖുർആൻ പറയുമെന്ന് മാത്രം. ആത്മാവില്ലാത്ത കർമ്മങ്ങളുടെ ലക്ഷ്യം ഭൗതികമായിരിക്കും. ചെയ്യുന്നവൻ ഉദ്ദേശിച്ച ഭൗതികമായ ഫലം അവ കൊണ്ട് ലഭിക്കുകയും ചെയ്തേക്കും. പക്ഷേ മരണാനന്തരം അവ ഉപകാരപ്പെടുകയില്ല. ജാഹിലിയ്യ കാലത്ത് കുടുംബബന്ധം പുലർത്തുകയും ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തിരുന്ന ഇബ്നു ജുദ്ആനിന് ആ കർമ്മങ്ങൾ മരണാനന്തരം ഉപകാരപ്പെടുമോ എന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് പ്രതിഫല നാളിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ നാഥ എന്നൊരിക്കൽ പോലും പറയാത്തയാളായതിനാൽ ഉപകാരപ്പെടില്ല എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. അബൂ ഹുറൈറയിൽ നിന്ന് സ്വഹീഹ് മുസ്ലിം നിവേദനം ചെയ്തത്. ജന്നത്തിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത്, തോട്ടങ്ങൾ എന്നർത്ഥം. സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച സന്തോഷ വാർത്തയിൽ ഒന്നാമതായി പറയുന്നത് അവിടെയുള്ള തോട്ടങ്ങളെക്കുറിച്ചാണ്. വിശ്വാസ സൽക്കർമ്മങ്ങളാൽ ജീവിതം ധന്യമാക്കിയവർക്ക് ലഭിക്കാനുള്ള ആരാമങ്ങൾ. താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന തോട്ടങ്ങൾ, മണ്ണിനടിയിലൂടെ ഒഴുകുന്ന ജലപ്രവാഹമാകാം, ഉയർന്നു നിൽക്കുന്ന തോട്ടങ്ങളുടെ താഴ്വാരത്തുകൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളാവാം. ഏതായാലും സ്വർഗത്തിൻ്റെ സൗന്ദര്യത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ഈ വിശേഷണം. അവിടെയുള്ള ഫലങ്ങൾ നിത്യഹരിതമായിരിക്കുമെന്ന വസ്തുത എത്ര സുന്ദരമായാണ് ഖുർആൻ വരച്ചു കാണിക്കുന്നത്. അതിലുള്ള ഫലങ്ങളിൽ ഏതെങ്കിലും കഴിക്കാനായി നൽകുമ്പോൾ ഇത് നേരത്തെ ഞങ്ങൾക്ക് നൽകിയതാണല്ലോ എന്നായിരിക്കും അവർ പറയുന്നത്. സാദൃശ്യമുള്ളവയാണ് അവർക്ക് നൽകുക. ഭൂമിയിൽ വെച്ച് ഭക്ഷിച്ച പഴങ്ങളുടെ മാതൃകയിലുള്ളവ, പക്ഷേ വ്യത്യസ്തമായ സ്വാദ് അനുഭവിപ്പിക്കുന്നവ. ഒരേ രൂപത്തിലുള്ള ഫലങ്ങൾ തന്നെ വീണ്ടും തിന്നുമ്പോൾ വ്യത്യസ്തമായ രുചികൾ നൽകുന്നവ, മടുപ്പില്ലാത്ത ആസ്വാദനം പ്രദാനം ചെയ്യുന്നവ, സ്വാദിഷ്ടമെന്ന വിശേഷണത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്നവ. വിശ്വാസ സൽക്കർമ്മങ്ങളാൽ ഭൂമിയിലെ ജീവിതം ധന്യമാക്കിയവർക്ക് മരണാനന്തരം ലഭിക്കുന്ന തോട്ടങ്ങളിലെ അനുഗ്രഹങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുവിശേഷം അറിയിക്കേണ്ടത് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്: സച്ചരിതരായ എൻ്റെ ദാസന്മാർക്കായി കണ്ണുകളൊന്നും കാണാത്തതും കാതുകളൊന്നും കേൾക്കാത്തതും ആരുടെയും മനസ്സുകളിൽ ഇതുവരെ കടന്നു വന്നിട്ടില്ലാത്തതുമായ പലതും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇച്ഛിക്കുന്നുവെങ്കിൽ ഇത് പാരായണം ചെയ്യുക. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി നയനാനന്ദകരമായ എന്തെല്ലാമാണ് അവർക്കായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. 32-ാം അധ്യായം 17-ാം വചനം. സൗജിന്റെ ബഹുവചനമാണ് അസ്വാജ്, ഇണകൾ എന്നർത്ഥം. എല്ലാത്തരം ഇണകൾക്കും അസ്വാജ് എന്ന് പറയും. എല്ലാ അർത്ഥത്തിലും പാരസ്പര്യത്തോടെ യോജിച്ചു പോകുന്ന വിരുദ്ധ ഭാവങ്ങളാണ് അസ്വാജ്. ഇണകളായാണ് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട് 36-ാം അധ്യായത്തിൽ 36-ാം വചനത്തിലൂടെ. പുരുഷൻ സ്ത്രീയുടെ സൗജ് ആണ്, സ്ത്രീ പുരുഷന്റെ സൗജത്ത് ആണ്. പക്ഷേ
ഖുർആനിൽ എവിടെയും സ്ത്രീയെ മാത്രം കുറിച്ചുകൊണ്ട് സൗജത്ത് എന്ന് പ്രയോഗിച്ചിട്ടില്ല. ഭാര്യയെ ഖുർആൻ വിളിച്ചിരിക്കുന്നത് ഇമ്രാത്ത് എന്നാണ്. മനുഷ്യർക്ക് സ്വന്തത്തിൽ നിന്ന് തന്നെ ഇണകളുണ്ടാക്കിയത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണെന്നാണ് ഖുർആൻ പറയുന്നത് 30-ാം അധ്യായം 21-ാം വചനത്തിലൂടെ. സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന ഈ വചനത്തിൽ ലിംഗഭേദങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും ഉൾക്കൊള്ളുന്ന സർവനാമമായ ഹും എന്നാണ് അവർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. വിശ്വാസ സൽക്കർമ്മങ്ങളാൽ ജീവിതം അർത്ഥപൂർണമാക്കിയ പുരുഷന്മാർക്ക് അവർ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഇണകൾ സ്വർഗത്തിലുള്ളതുപോലെ സ്ത്രീകൾക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇണകൾ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഈ വചനം വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ യാതൊരു രൂപത്തിലുള്ള ആൺ പെൺ വിവേചനങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് വ്യക്തമാക്കുന്ന നിരവധി വചനങ്ങൾ ഖുർആനിലുണ്ട്. 4-ാം അധ്യായം 124-ാം വചനം. സ്വർഗത്തിലുള്ളത് വിശുദ്ധീകരിക്കപ്പെട്ട ഇണകളാണ്. അസ്വാജും മുതഹറ, യാതൊരുവിധ കളങ്കവുമില്ലാത്ത വിധം വിശുദ്ധീകരിക്കപ്പെട്ടവർ. അവിടെ ഭരിക്കുന്ന ഭർത്താവും ഭരിക്കപ്പെടുന്ന ഭാര്യയുമില്ല. ആജ്ഞാപിക്കുന്ന പുരുഷനും നിവൃത്തിയൊന്നുമില്ലാതെ ശിരസാവഹിക്കുന്ന സ്ത്രീയുമില്ല. അസംതൃപ്തനായ ആണും അസൂയാലുവായ പെണ്ണുമില്ല. എല്ലാവിധ ചപല വികാരങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെട്ട ഇണകൾ മാത്രം. അവിടുത്തെ സ്ത്രീകൾ തങ്ങളുടെ പുരുഷന്മാർക്ക്, ആണുങ്ങൾ തങ്ങളുടെ പെണ്ണുങ്ങൾക്ക് പരസ്പരം സംതൃപ്തി നൽകിക്കൊണ്ടിരിക്കുന്നു. സ്വർഗവാസികളുടെ നെഞ്ചകത്ത് നിന്ന് പകയും വിദ്വേഷവും അസൂയയും മാത്സര്യവുമെല്ലാം അള്ളാഹു എടുത്തു കളഞ്ഞ് ശുദ്ധീകരിക്കുമെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 15-ാം അധ്യായം 47-ാം വചനം. യാതൊരുവിധ മ്ലേച്ഛ വികാരങ്ങളുമില്ലാത്ത ഇണജീവിതം, മടുപ്പില്ലാത്ത സംതൃപ്തി, ഓരോ സംസർഗവും പുതിയ അനുഭവങ്ങളാവുന്ന ദാമ്പത്യം, സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാനാവുന്ന പാരസ്പര്യം, വിശുദ്ധീകരിക്കപ്പെട്ട ഇണകളുമുണ്ട് അവർക്കവിടെ എന്ന ദൈവിക വാഗ്ദാനം ഇവയെല്ലാം ഉൾക്കൊള്ളുന്നു. അവിടെ അവർ ശാശ്വതരായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ എന്ന വചനം നൽകുന്ന പ്രതീക്ഷ അപാരമാണ്. മരണമില്ലാത്ത ജീവിതം മനുഷ്യരുടെ എല്ലാം ആന്തരാത്മാവ് ആഗ്രഹിക്കുന്നതാണ്. ഈജിപ്ഷ്യൻ പിരമിഡുകൾക്കകത്ത് മമ്മികളായി തീരുവാൻ പണം ചെലവഴിച്ച ഫറോവമാരും ജീവാമൃതത്തിനായി ഗവേഷണങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം തുലച്ച രസതന്ത്രജ്ഞരും ആ ആഗ്രഹത്തിൻ്റെ പൗരാണിക പ്രതീകങ്ങളാണ്. മരണത്തെ തോൽപ്പിക്കാനുള്ള വിദ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ശവശരീരങ്ങൾ ക്രയോജനിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൂക്ഷിച്ചു വെക്കുവാൻ സൗകര്യം നൽകുന്ന റഷ്യയിലെ ക്രയോറസിനെ പോലെയുള്ള പാശ്ചാത്യൻ യൂറോപ്യൻ ക്രയോണിക്സ് കമ്പനികളാണ് ഇതിൻ്റെ ആധുനിക പ്രതീകങ്ങൾ. മനുഷ്യർ എത്ര ശ്രമിച്ചാലും മരണത്തെ കീഴ്പ്പെടുത്താനാവില്ല. ഈ ഭൂമിയിലെ ജീവിതം മരണത്തോടെ അവസാനിക്കുമെന്ന് ഉറപ്പാണ്. ഇക്കാര്യം ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ എത്തിപ്പിടിക്കും. ഭദ്രമായി ഉയർത്തപ്പെട്ട കോട്ടകൾക്കകത്താണ് നിങ്ങളെങ്കിൽ പോലും. 4-ാം അധ്യായം 78-ാം വചനം എന്നാണ് ഖുർആൻ പറയുന്നത്. പക്ഷേ മരണം ഇവിടെ മാത്രമേയുള്ളൂ. സ്വർഗത്തിലോ നരകത്തിലോ മരണമില്ല. സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് പരാമർശിക്കുമ്പോൾ ഖുർആൻ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യരെ സ്വർഗ നരകങ്ങളിലേക്കായി വേർതിരിച്ചു കഴിഞ്ഞാൽ മരണത്തെ ഒരു ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരുമെന്നും സ്വർഗ നരകങ്ങളുടെ നടുവിൽ വെച്ച് അതിനെ അറുക്കുമെന്നും സ്വർഗക്കാർക്ക് അവിടെയും നരകക്കാർക്ക് അവിടെയും ശാശ്വതവാസമെന്ന പ്രഖ്യാപനമുണ്ടാവുകയും ചെയ്യുമെന്ന പ്രവാചക വചനം അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 21 മുതൽ 25 വരെയുള്ള വചനങ്ങളിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയെല്ലാം സംക്ഷിപ്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. പ്രപഞ്ചനാഥനായ സ്രഷ്ടാവാണ് ആരാധനകൾ അർഹിക്കുന്നവൻ. ദൈവദാസനും ദൂതനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നാഥൻ ലോകത്തിന് നൽകിയ വേദ ദൃഷ്ടാന്തമാണ് ഖുർആൻ.
മരണാനന്തരം നിഷേധികൾക്ക് നരകവും വിശ്വാസികൾക്ക് സ്വർഗവും അവൻ നൽകും. ഈ തത്വങ്ങളെയാണ് യഥാക്രമം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നിങ്ങനെ വിളിക്കുന്നത്. ഈ തത്വങ്ങളെയെല്ലാം സംക്ഷിപ്തമായും ആർക്കും മനസ്സിലാക്കാവുന്ന വിധത്തിലും ഈ പഞ്ചവചനങ്ങളിൽ പ്രതിപാദിക്കുന്നു. പ്രബോധനം ചെയ്യേണ്ട തത്വങ്ങളുടെ എല്ലാം സത്താണ് ഈ വചനങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് പറയാം.